ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മൾ എത്രമാത്രം ബോധവാന്മാരാണ്? പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, കാറ്റല്ല, തീയല്ല. അവിടുന്ന് ഒരു വ്യക്തിയാണ്. അവിടുത്തേക്ക് വികാരങ്ങളുണ്ട്. അവിടുത്തേക്ക് സ്നേഹിക്കാനും സന്തോഷിക്കാനും ദുഃഖിക്കാനും കഴിയും. വചനം പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ചില പെരുമാറ്റങ്ങൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുകയും അവിടുത്തെ സാന്നിധ്യം നമ്മളിൽ നിന്ന് കുറയുകയും ചെയ്യാറുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മെ ഉപേക്ഷിച്ചു പോകും എന്നല്ല ഇതിനർത്ഥം. പക്ഷേ ഒരു സുഹൃത്തിനെ നമ്മൾ വേദനിപ്പിച്ചാൽ ആ സുഹൃത്ത് മിണ്ടാതിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് മൗനമായി മാറും. നമ്മുടെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടും. പ്രാർത്ഥിക്കാൻ കഴിയാതെ വരും. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിനെ നമ്മളിൽ നിന്ന് അകറ്റുന്ന പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. ഈ സ്വഭാവം തിരിച്ചറിഞ്ഞ് തിരുത്തിയാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ശക്തിയോടെ നിങ്ങളിലേക്ക് തിരിച്ചു വരും. നമ്മുടെ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? പരിശുദ്ധാത്മാവെ, എന്നെ വിട്ട് പോകരുതേ, എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ എന്ന് ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ വലിയൊരു വിശ്വാസത്തോടെ ഇപ്രകാരമൊന്ന് എഴുതുക: പരിശുദ്ധാത്മാവെ, എന്നെ നയിക്കണമേ. നിങ്ങളുടെ ഈ വരികൾ ദൈവത്തിനു മുൻപിലുള്ള വലിയൊരു സമർപ്പണമായി മാറട്ടെ. ഒന്നാമതായി, പരിശുദ്ധാത്മാവിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന കാര്യം അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്യുക. നമുക്കറിയാം ഇത് തെറ്റാണ് എന്ന്. ബൈബിൾ വിലക്കിയ കാര്യമാണ് എന്നറിയാം. എന്നിട്ടും നമ്മളത് ചെയ്യുന്നു. നുണ പറയുന്നു, ഗോസിപ്പ് പറയുന്നു, അശുദ്ധമായ കാര്യങ്ങൾ കാണുന്നു, കോപിക്കുന്നു. എന്നാൽ വചനം പറയുന്നത് എന്താണെന്ന് നോക്കാം. ജഡത്തിന്റെ വ്യാപാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അസാൻമാർഗികത, അശുദ്ധി, ദുർവിചാരം, കോപം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയില്ല. ഓരോ തവണ നമ്മൾ പാപം ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മളിൽ നിന്ന് കുറഞ്ഞു വരുന്നു. ഇത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. മെല്ലെ മെല്ലെ പ്രാർത്ഥിക്കാൻ മടി തോന്നും, വചനം വായിക്കാൻ മടി തോന്നും. അവസാനം ദൈവസാന്നിധ്യമില്ലാതെ ജീവിക്കാൻ നമ്മൾ ശീലിക്കും. അതൊരു ഭയാനകരമായ അവസ്ഥയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്തതിനേക്കാൾ വലിയൊരു നഷ്ടം ഒരു വിശ്വാസിക്ക് വേറെയില്ല. മറ്റൊരു വചനം ശ്രദ്ധിക്കുക: ആത്മാവിനെ കെടുത്തരുത്. നമ്മുടെ പാപം ആത്മാവിന്റെ തീയെ കെടുത്തിക്കളയും. രണ്ടാമതായി, നന്മ ചെയ്യാൻ അറിയാഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുക. യാക്കോബ് 4:17 പറയുന്നു, ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. ചിലപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയും, ആ വ്യക്തിയോട് ക്ഷമ ചോദിക്കൂ, അല്ലെങ്കിൽ ആ പാവപ്പെട്ടവനെ സഹായിക്കൂ. പക്ഷേ നമ്മൾ മടിക്കും. നമ്മൾ അത് ചെയ്യാറില്ല. അയ്യോ, ഞാൻ ക്ഷമ ചോദിച്ചാൽ എൻ്റെ വില പോകില്ലേ? ഞാൻ സുവിശേഷം പറഞ്ഞാൽ മറ്റുള്ളവർ എന്തു വിചാരിക്കും? ഈ ഭയം കാരണം നമ്മൾ അത് ചെയ്യാറില്ല. അനുസരിക്കാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം നേർത്തതായി മാറും. പിന്നീട് അവിടുന്ന് സംസാരിച്ചാലും നമുക്ക് കേൾക്കാൻ കഴിയില്ല. സഹോദരങ്ങളെ, നിങ്ങളുടെ ഉള്ളിൽ ഒരു നല്ല കാര്യം ചെയ്യാൻ തോന്നുന്നുണ്ടോ? എന്നാൽ അത് പരിശുദ്ധാത്മാവാണ്. അതിനെ തള്ളിക്കളയരുത്. അത് എത്ര ചെറിയ കാര്യമാണെങ്കിലും ഉടനെ അനുസരിക്കുക. അനുസരണമാണ് പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കുന്നത്. മൂന്നാമതായി, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ അവഗണിക്കുക. നമ്മുടെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും നാം ദൈവത്തെ മറന്നുപോകുന്നു. രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരക്കുകൾ. വീണ്ടും വീട്ടിൽ വരുന്നു, ഉറങ്ങുന്നു. ദൈവത്തോടൊന്ന് സംസാരിക്കാൻ പോലും സമയമില്ല. പരിശുദ്ധാത്മാവ് എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. പക്ഷേ നിങ്ങൾ അവിടുത്തെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ആ ബന്ധം എങ്ങനെ വളരും? സങ്കീർത്തനം 51:11. ദാവീദ് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ദൈവസാന്നിധ്യമില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ബോധം നമുക്ക് വേണം. മോശ ദൈവത്തോട് പറഞ്ഞു, അങ്ങ് കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് കൊണ്ടുപോകരുത്. ഇന്നു മുതൽ ചെറിയ കാര്യങ്ങളിൽ പോലും പരിശുദ്ധാത്മാവിനെ വിളിക്കുക. ഒരു സങ്കടം വരുമ്പോൾ പരിശുദ്ധാത്മാവെ, എന്നെ ആശ്വസിപ്പിക്കണമേ എന്ന് പറയുക. ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവെ, എനിക്ക് ബുദ്ധി പറഞ്ഞു തരണമേ എന്ന് പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, നിങ്ങൾ അവിടുത്തെ ഓർക്കുമ്പോൾ നിങ്ങളെയും അവിടുന്ന് ഓർക്കും.
നാലാമതായി അവിശ്വാസവും ഭയവും. നമ്മൾ നമുക്ക് വരുന്ന പ്രശ്നങ്ങളെ നോക്കി പേടിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നു. എന്തുകൊണ്ട് ദൈവം കൂടെയുണ്ട് എന്നുള്ള സത്യത്തെ നമ്മൾ സംശയിക്കുകയാണ്. വചനം പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. നമ്മൾ ഭയപ്പെടുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം കഴിവിലാണ് ആശ്രയിക്കുന്നത്. എന്നാൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയിലാണ് ആശ്രയിക്കുന്നത്. എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും അവിടെയൊക്കെ എനിക്ക് കഴിയില്ല, പക്ഷേ എൻ്റെ ദൈവത്തിനത് കഴിയും എന്ന് പറയുന്നതാണ് വിശ്വാസം. ഭയം പരിശുദ്ധാത്മാവിനെ അകറ്റുന്നു. നമ്മുടെ വിശ്വാസം പരിശുദ്ധാത്മാവിനെ ആകർഷിക്കുന്നു. നിങ്ങളുടെ മുൻപിലുള്ള എത്ര വലിയ പ്രതിസന്ധികളെയും നോക്കി പേടിക്കാതെ വേദനകളെ, പ്രതിസന്ധികളെ, വെല്ലുവിളികളെ മാറ്റാൻ കഴിയുന്ന ദൈവത്തെ നോക്കി സ്തുതിക്കുക. അഞ്ചാമതായി പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് മറ്റുള്ളവരോട് പക വെച്ചുകൊണ്ട് നടക്കുന്നത്. നമ്മൾ വിചാരിക്കും, ഇത് ഞാനും ആ വ്യക്തിയും തമ്മിലുള്ള പ്രശ്നമല്ലേ. എന്നാൽ നിങ്ങൾ ഒരാളെ വെറുക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കഠിനമായി തീരും. കഠിനമായ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന് വസിക്കാൻ കഴിയില്ല. വചനം പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ ഭിന്നതകൾ ഉണ്ടാകരുത്. പക എന്നത് ഒരു വിഷം പോലെയാണ്. പക നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് സാവധാനം നിങ്ങളുടെ സന്തോഷത്തെയും സമാധാനത്തെയും കാർന്നു തിന്നും. നിങ്ങൾ ക്ഷമിക്കാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്ക് തടയപ്പെടുന്നു. ദൈവം സ്നേഹമാണ്. സ്നേഹമില്ലാത്ത ഇടത്ത് ദൈവത്തിന് നിൽക്കാൻ കഴിയില്ല. സഹോദരങ്ങളെ, ഇന്ന് തന്നെ നിങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ തയ്യാറാകുക. അഹങ്കാരം വെടിഞ്ഞ് താഴ്മയോടെ ക്ഷമ ചോദിക്കുകയോ കൊടുക്കുകയോ ചെയ്യുക. അപ്പോൾ അടഞ്ഞുകിടക്കുന്ന അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കപ്പെടും. പ്രിയ സഹോദരങ്ങളെ, ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ചിതലുകളാണ്. ഇവയെല്ലാം ഇന്ന് തന്നെ നമുക്ക് എടുത്തുമാറ്റാം. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന ഒന്നും ഇനി ചെയ്യില്ല എന്ന് തീരുമാനമെടുക്കാം. നിങ്ങൾ ദൈവത്തിലേക്ക് ഒരു പടി അടുത്താൽ ദൈവം 10 പടി നിങ്ങളിലേക്ക് അടുക്കുമെന്നുള്ള സത്യത്തെ നിങ്ങൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ഈ കേട്ട വചനത്താൽ നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് ദൈവം കാത്തു പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.